എടാ റീൽസ് തോണ്ടണമെന്ന് നിർത്തുവോ? എപ്പം നോക്കിയാലും ഈ ഫോണിൽ തന്നെയല്ല. ഞാനേ നമ്മുടെ കോളേജിലെ ഫസ്റ്റ് ഡേ ഇങ്ങനെ ആലോചിക്കായിരുന്നു. നിനക്ക് ഓർമ്മ ഉണ്ടാ? നിനക്ക് ഓർമ്മ ഉണ്ടാ? എന്തോന്നടാ? എടാ കോളേജിലെ ഫസ്റ്റ് ഡേ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. കോളേജിലെ ഫസ്റ്റ് ഡേ ഓർമ്മയുണ്ട്. എന്തായിരുന്നല്ലേ അന്നാണെങ്കിൽ ഇതുപോലെ മുടിഞ്ഞ മഴ. അതൊക്കെ ഓർമ്മയുണ്ട്, പക്ഷെ മഴ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവസാനം നനഞ്ഞു കുളിച്ചല്ലേ ക്ലാസ്സിൽ കയറുന്നത്. ആണെന്ന് തോന്നുന്നു. അന്ന് എൻ്റെ അച്ഛനാണ് എന്നെ കൊണ്ടാക്കിയ. നീ അന്ന് ബസ്സിൽ വേണം വന്ന അല്ലേ? ആണ്. ഞാൻ മറ്റേ കയറാത്ത ചായക്കടയിലേക്ക് വെയിറ്റ് ചെയ്തിരുന്ന. ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ നമ്മൾ കയറാത്ത ഈ ചായക്കട. എടാ കയറാത്ത ചായക്കട മറ്റേ എനിക്ക് തോന്നാൻ 4 വർഷത്തെങ്കിലും ഒരിക്കൽ പോലും ആ ബനിയ മാറിയിട്ടില്ല. ഇപ്പൊ ഓർമ്മയുണ്ട് തോന്നുന്നു. എടാ ഗേറ്റിന്റെ ഫ്രണ്ടിൽ ഫുള്ള് ചെളികളല്ലായിരുന്നാ, അതുകൊണ്ടല്ലേ ഞാൻ അവിടെ പോയി നിന്നാ. കറക്റ്റ് നീ ഇറങ്ങി വന്നപ്പോ ഒരു പയ്യൻ മറിഞ്ഞടിച്ച് വീണ ഓർമ്മ ഉണ്ടാ? എടാ മറ്റേ നല്ല പൊക്കമുള്ള മെലിഞ്ഞിട്ട്. തോന്നുന്നു. നീ അതും കണ്ടോണ്ടല്ലേ ഇറങ്ങി വന്നാ, അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ വിളിക്കേണ്ടി വന്നാ. ഇതൊക്കെ നിനക്ക് ഇത്ര ഓർമ്മയുണ്ടാ? എന്തായിരുന്നല്ലേ? എനിക്ക് നീ പറയുമ്പോഴാണ് ഇതൊക്കെ ഓർമ്മ വരുന്നത് തന്നെ. എന്തൊരു ദിവസമായിരുന്നു. നിനക്കിതൊക്കെ എങ്ങനെ ഇത്ര ഓർമ്മ? അപ്പൊ നിനക്ക് ഓർമ്മ കിട്ടിയല്ല? അളിയെ ശരിക്കും ഇപ്പോഴാണ് എനിക്കിതൊക്കെ ഓരോന്ന് ഓർമ്മ വരുന്നത്. അതൊക്കെ വിട്. ആ ചെറുക്കവിടെ വീണിട്ടേ നാട്ടുകാരും പിള്ളേരും കൂടെ നോക്കി ചിരിച്ച ഓർമ്മ ഉണ്ടോ? മോശമൊന്നും അല്ലായിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മൾ നനഞ്ഞു കുളിച്ച് ഭാര്യ ക്ലാസ്സിൽ ചെന്ന് കയറി അത് തന്നെ. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു നമ്മുടെ ഒരു സാറുണ്ടായിരുന്നല്ല, ഫസ്റ്റ് പീരീഡ് ക്ലാസ് ടീച്ചർ. ക്ലാസ് ടീച്ചറാ? ഏത് ടീച്ചർ അല്ലടാ, സാറ്. ഒരു ബുൾഗാൻ താടിയുള്ള ഒരു സാറ്. അങ്ങനെ ആകെ ഒരൊറ്റ പീരീഡേ വന്നിട്ടുള്ളൂ. അതാണ് എനിക്ക് ഓർമ്മയില്ലാത്തത്. ഒരു പീരീഡ് അല്ലേ വന്നുള്ളൂ. ഒറ്റ പീരീഡ് ആയാലും ഇങ്ങനെയൊക്കെ എങ്ങനെ മറക്കണ? നമ്മള് ഫുള്ള് നടന്ന ഓർമ്മ ഉണ്ടാ? ഈ സാറ് എവിടെ എന്ന് പറഞ്ഞ്. അപ്പോഴല്ലേ നമ്മളറിയണ ഇയാളെ സസ്പെൻഡ് ആയി പോയെന്ന്. ഓ മറ്റേ സസ്പെൻഷൻ കിട്ടിയത് ഒരു പീരീഡ് മാത്രം വന്നിട്ട് പോയി. അത് തന്നെ. ഓ ശരിയാ. എടാ ഇതൊക്കെ ഞാൻ എങ്ങനെ മറന്നേ? ഇവിടെ നിന്നാലും നിനക്കിതെങ്കിലും എങ്കിലേ ഞാൻ പറഞ്ഞെല്ലാം തിരിച്ചെന്ന് പറഞ്ഞു. എനിക്ക് ഓർമ്മ വേണ്ടിയതല്ല, നീ പറയുമ്പോഴാണ് എനിക്കിതൊക്കെ ഓർമ്മ വരുന്നത് ശരിക്കും. അളിയാ നീ പറ, ഞാൻ കേക്കട്ടെ. നിർബന്ധവും. ശരി, ഞാനന്ന് ബസ്സിലാണ് വന്നത്. നിന്നെ എൻ്റെ പപ്പയാണ് കൊണ്ടാക്കിയത്. അവിടെ ഒരു ചായക്കടയുടെ ഫ്രണ്ടിൽ നിന്നു. പക്ഷേ ചായക്കട എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. പക്ഷെ നീ അവിടെ നിന്ന് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ മെയിൻ ഗേറ്റിൻ്റെ ഫ്രണ്ടിലെല്ലാം ചെളിയൊക്കെ ആയി കിടന്ന് ആ മെലിഞ്ഞ ചെറുക്കം വന്ന് അതിൽ തെന്നി അടിച്ച് വീണ് ഫുള്ള് നമ്മളെല്ലാവരും ചിരിച്ച് നമ്മൾ മഴ നനഞ്ഞ് ക്ലാസ്സിൽ കയറി. അപ്പോൾ ഈ ബുൾഗാൻ ഇവരെയൊക്കെ എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ മറന്നത്? ചേടാ രസമായിരുന്നില്ലേ? എങ്കിലേ നീ വന്ന് ഞാനിപ്പോ പറഞ്ഞതെല്ലാം ചുമ്മാ. പോടാ അവിടെ നിന്ന്. എനിക്കിതൊക്കെ നല്ല ഓർമ്മയുണ്ട്. സത്യം നീ ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അളിയ സത്യം, ഞാൻ ഇത്രയും നേരം പറഞ്ഞതെല്ലാം ഇപ്പൊ ഉണ്ടാക്കിയതാണ്. നിനക്കൊന്നും ഓർമ്മയില്ല. ഞാൻ എന്ത് പറഞ്ഞു അത് നീ അക്സെപ്റ്റ് ചെയ്തു. ഓ ശരി, പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട് ഇതെല്ലാം. നിനക്കൊരു കോപ്പ് ഓർമ്മയില്ല. ഞാൻ എന്താണോ പറഞ്ഞത് അത് നീ അതേപോലെ വിഴിഞ്ഞു. ഇതിലെ കോമഡി എന്നറിയും, നിനക്കുള്ള എക്സ്പെരിമെന്റ് അല്ല, ഈ പ്രേക്ഷകർക്കുള്ള എക്സ്പെരിമെന്റ് ആണ്. അവരും നീ പറഞ്ഞ പോലെ ഈ ചായക്കടയും മഴയും ഉൾഗാന്താടിയും
പയ്യൻ വീണതും എല്ലാം വിഷ്വലൈസ് ചെയ്തതാണ്. അല്ല പക്ഷെ ചെറുക്കൻ അതൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടാ. ആ പയ്യൻ തറയിൽ വീണെന്നേ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ വീണു എവിടെ വീണു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നീ ചിന്തിച്ചത് ചെളി വീണല്ലോ. അപ്പൊ നമ്മുടെ ഈ ഓർമ്മയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലേ? നമ്മുടെ കുടുംബക്കാരൊക്കെ കൊണ്ടുപോയി നമ്മൾ പണ്ട് ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു, ചെറുപ്പത്തിൽ ഭയങ്കര കുസൃതിയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേ അതെല്ലാം നിന്റെ ഓർമ്മയാണ്. അവരെന്താണോ നിന്റെ അടുത്ത് പറഞ്ഞത് അത് നീ അങ്ങ് വിശ്വസിച്ചു. അത് നിന്റെ ഓർമ്മയാണ്. ഈ ഓർമ്മകളെല്ലാം വിശ്വസിക്കണമെന്നില്ലടിയാണ്. ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ആലോചിക്കും, എൻ്റെ ഓർമ്മകളെല്ലാം ശരിയാണ്, എനിക്കെല്ലാം ഓർമ്മയുണ്ട്, ഇതൊക്കെ വെറുതെയാണ്, ഇതൊന്നും ഇങ്ങനെയല്ല. പക്ഷെ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതെല്ലാം കേട്ടറിഞ്ഞ കഥകളാണോ അത് നിങ്ങൾ ശരിക്കും ഓർത്തെടുക്കാമോ? കേട്ടറിഞ്ഞ കഥകളാണെങ്കിലും ഓർമ്മ ഉണ്ടെന്നേ പറയും. അതാണ് ഓർമ്മയുടെ പ്രശ്നം. ശരി, എന്നേലും ഞാൻ നിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. എന്തുവാ? ഈ കഥ എഴുതി സംവിധാനം ചെയ്ത ആരാന്ന് നിനക്കറിയാവോ? ആര്? നമ്മുടെ നവീൻ. ഓക്കെ. ഇതിൻ്റെ ക്യാമറ ചെയ്തേക്കുന്ന ആരാന്നറിയാവോ? അതാര്? എടാ ഗിരീഷ്. എടാ ഇത് ഞാൻ ഇറക്കിയതിലേ നീ തിരിച്ചിറക്കണം. അറിയാ, ഞാൻ നിന്നെ പോലെ പറ്റിക്കൂല, ഞാൻ പറയുന്നത് സത്യമാണ്. പിന്നെ ഇതിൻ്റെ അസിസ്റ്റൻറ്റ് ക്യാമറ ഉണ്ട്, അതാരെന്നറിയാവോ? അതാര്? രാഹുൽ. ശരി. മ്യൂസിക് എഫക്ട്സ് ആരാണ്? അതാര്? പ്രിൻസ് റെക്സ്. അപ്പൊ ഇതിന്റെ എഡിറ്ററാ? അതാണ് സംഭവം. ആരെന്നറിയാവോ? വിഷ്ണു ഗോപൽ. ഇതെല്ലാം ഞാൻ വിശ്വസിക്കണമായിരിക്കും. എടാ നീ വിശ്വസിക്കടാ. പിന്നെ എഡിറ്റിനൊരു അസിസ്റ്റന്റ് ഉണ്ട്, അതാരെന്നറിയാവോ? നീ പറ. അഖിൽ മോഹൻ. ശരിയാണ്, ഞാൻ വിശ്വസിച്ചു. പിന്നെ കോമഡി ഇതൊന്നുമല്ല, ഇതിൽ അഭിനയിച്ചേക്കുന്ന ആരെന്നറിയാവോ? അതൊക്കെ ആര്? അൽസാദും അബുലും. അത് നമ്മൾ കണ്ടിരുമല്ലേ? എങ്കിലേ ഞാനൊരു കാര്യം പറയട്ടെ. പറ. ഞാൻ പോണ്.